Okay, good evening all. So, നമ്മൾ പോളിടെക്നിക്കിന്റെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ലെക്ചറിന്റെ കോഴ്സിന്റെ ഒരു PYQ സെഷനാണ്. കഴിഞ്ഞ കാലത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 100 ക്വസ്റ്റ്യൻ ആകുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഒരു 2 സെഷനായിട്ട് 50 ക്വസ്റ്റ്യൻ വെച്ച് രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഈ 50 ക്വസ്റ്റ്യനിൽ ആക്ച്വലി മാത്തമാറ്റിക്സിനെ പറ്റിയുണ്ട്, പിന്നെ നമുക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ തന്നെയുണ്ട്, പിന്നെ അതർ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിന്റെ കുറച്ച് കാര്യങ്ങൾ, സിവില്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സിന്റെ ഒക്കെ കുറച്ച് ക്വസ്റ്റ്യൻസും നമുക്ക് വരുന്നതാണല്ലോ. സോ അതെല്ലാം നമുക്ക് PYQ അനലൈസ് ചെയ്യുന്നതിന്റെ എപ്പോഴും ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു വാസ്റ്റ് സിലബസ് ആയിരിക്കും. നമുക്കത് എല്ലാം പഠിച്ചു തീരാനുള്ള സമയം ആക്ച്വലി ഉണ്ടാവില്ല. പലരും ഈവൻ ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ വീട്ടില് പല തിരക്കുകളുമായിട്ടുള്ള ആളുകൾ ആ തിരക്കിന്റെ ഇടയിലായിരിക്കും പഠിക്കുന്നത്. സോ നമുക്ക് കോംപ്രഹെൻസീവ് ആയിട്ട് സിലബസ് അരച്ചു വിലക്കി പഠിക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. അപ്പോ നമ്മൾ PYQ അനാലിസിസ് ആണ് അന്നേരം അവിടെ മെയിൻ പാർട്ട് വഹിക്കുന്നത്. കാരണം അന്നേരം നമുക്ക് നമ്മുടെ സിലബസിലെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളതെന്ന് മനസ്സിലാക്കാനും അത് എത്രത്തോളം നമുക്ക് എത്ര ഡെപ്തില് പഠിക്കണമെന്നും നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാവുന്നത് ഒബ്വിയസ്ലി PYQ അനാലിസിസിൽ നിന്നാണ്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ ഒരു വെയിറ്റേജിനെ പറ്റിയും ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ഈ കോഴ്സ് തുടങ്ങി കഴിയുമ്പോൾ പഠിപ്പിക്കുമ്പോൾ മേ ബി അത് ജനറൽ ആയിട്ട് വരും. അതോടൊപ്പം തന്നെ PYQ ക്വസ്റ്റ്യൻസ് നമ്മളുടെ കോഴ്സിന്റെ ഇടയിൽ പാസ് ചെയ്യും. ബട്ട് നമുക്ക് അതിന് മുന്നേ തന്നെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ട് ഒരു കോംപ്രഹെൻസീവ് PYQ അനാലിസിസ് ബെനിഫിറ്റ് ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് എല്ലാവർക്കും തുടങ്ങാം. ഓക്കെ, സോ ഫസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്സിൽ നിന്നാണ് വന്നിരിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ? സം ഓഫ് ഓൾ എലിമെന്റ്സ് ഇൻ എ സിമെട്രിക് മെട്രിക്സ് ഈസ് 0. ഒരു സിമെട്രിക് മെട്രിക്സിലെ എല്ലാ സമ്മും 0 ആണ്. നമുക്ക് ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു സിമെട്രിക് മെട്രിക്സ്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സിമെട്രിക് മെട്രിക്സ് എടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 2 2 3 എന്ന് പറയുന്ന സിമെട്രിക് മെട്രിക്സ് ആണ്. സിമെട്രിക് മെട്രിക്സ് എന്താണെന്ന് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. A ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു A. ട്രാൻസ്പോസ് ഫംഗ്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ റോസ് ആൻഡ് കോളംസ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്ത് എലിമെന്റ്സ് എഴുതുന്നതിനാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. സോ A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് അതേ മെട്രിക്സ് ആയിട്ടുള്ളതിനാണ് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സിമെട്രിക് മെട്രിക്സ് 1 2 2 3 എന്ന് പറയുന്നത് അത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. പക്ഷെ നമുക്ക് അതിന്റെ സം ഓഫ് ഓൾ എലിമെന്റ്സ് 0 ആണോ? അല്ല. ഇവിടെ 1 + 2 + 2 + 3 ഈസ് ഈക്വൽ ടു 8 ആണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതാണ് നമ്മുടെ ഈ ക്വസ്റ്റിന്റെ ഉത്തരം. പക്ഷെ നമ്മൾ എപ്പോഴും PYQ അനാലിസിസിൽ നോക്കുന്നത് ആ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ ഡിസ്കസ് ചെയ്ത് അങ്ങനെ പോകുന്നതല്ല. അതോടൊപ്പം തന്നെ മറ്റു ഓപ്ഷനുകൾ എന്താണെന്ന് കൂടി നമ്മൾ നോക്കിയിട്ട് പോകണം. കാരണം നെക്സ്റ്റ് എക്സാമിന് വരുന്നത് ആ ഓപ്ഷനുമായി ബന്ധപ്പെട്ട് ഉള്ള രീതിയിൽ ആയിരിക്കാം. സോ നമുക്ക് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. നിങ്ങൾക്കറിയാം സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു -A എന്നാണ് പറയുന്നത്. സോ അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം. A സ്ക്വയറിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നതിന് നമുക്ക് A ഇൻറ്റു A ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് എഴുതാൻ പറ്റും. പിന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ഫംഗ്ഷൻ വെച്ച് നമുക്ക് നോക്കുമ്പോൾ A ട്രാൻസ്പോസ് ഫംഗ്ഷൻ രണ്ടിനും ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുത്തു. സോ A ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് എന്ന് നമുക്ക് കൊടുത്തു. A ട്രാൻസ്പോസ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം, -A ആണെന്ന് അറിയാം. സോ ഒരു -Aയും കൂടി കൊടുക്കുമ്പോൾ അവിടെ മൈനസും മൈനസും മൾട്ടിപ്ലൈ ചെയ്ത് ക്യാൻസൽ ആകുന്നു. സോ A സ്ക്വയർ ഈസ് ഈക്വൽ ടു സിമെട്രിക്. ഓപ്ഷൻ സി, ഡിറ്റർമിനന്റ് ഓഫ് ടു സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓഡ് ഓർഡർ ഈസ് ഓൾവേസ് നോൺ സീറോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞ് ഈ ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഓഡ് ഓർഡറിന്റെ ഡിറ്റർമിനന്റ് എപ്പോഴും 0 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
പക്ഷെ നമുക്ക് ഓൾവേസ് നോൺ സീറോ എന്ന് പറയുന്നത്, ഓൾവേസ് നോൺ സീറോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഓഡ് ഓർഡറിൽ വരുന്ന സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ പ്രത്യേകത അതിന്റെ ഡിറ്റർമിനന്റ് സീറോ ആണ്, നോൺ സീറോ അല്ല. സോ ഇങ്ങനത്തെ കുറച്ച് സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. അടുത്തത്, ഒരു ഇഫ് എ ഇസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓർഡർ എൻ, ദെൻ ഡിറ്റർമിനന്റ് എ. ഓർഡർ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്പർ ഓഫ് കോളം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളം ഈസ് ഈക്വൽ ടു എൻ. ഡിറ്റർമിനന്റ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ട്രാൻസ്പോസിന്റെ ഡിറ്റർമിനന്റും ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. സോ എല്ലാ സ്ക്വയർ മെട്രിക്സിനും ഇത് ട്രൂ ആയിട്ടാണ്. പിന്നെ സ്ക്വയർ മെട്രിക്സിന്റെ കേസാണ് ഉള്ളത്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് നമുക്ക് ഫോൾസ് ആയിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. എക്സ് മൈനസ് 2y പ്ലസ് 3z ഈസ് ഈക്വൽ ടു 17, 2x പ്ലസ് y പ്ലസ് 2z ഈസ് ഈക്വൽ ടു 6, 2x മൈനസ് 4y പ്ലസ് 6z ഈസ് ഈക്വൽ ടു 34 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എപ്പോഴും ഒരു 3 ഇക്വേഷൻസ് ഉണ്ട്, 3 ഇനീക്വാലിറ്റി അല്ലെങ്കിൽ 3 ലൈക്ക് അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത് പല രീതിയിലുള്ള മെത്തേഡ് ഉണ്ട്. നമുക്ക് മെട്രിക്സ് മെത്തേഡ് വെച്ച് നോർമൽ ചെയ്യാം. ഇതൊരു മെട്രിക്സിന്റേതായി വരുന്നതുകൊണ്ട് മെട്രിക്സ് മെത്തേഡ് വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ ലൈക്ക് ഇക്വാലിറ്റീസിന്റെ എക്സ്പ്രഷൻസ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് 3 ഡിഫറെന്റ് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, 3 ഡിഫറെന്റ് ഇക്വേഷൻസ് ആണോ തന്നിരിക്കുന്നത്? അല്ല. കാരണം ഓപ്ഷൻ എ എന്ന് പറയുന്നതിന്റെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഓപ്ഷൻ സി. അതായത് എക്സ് മൈനസ് 2y പ്ലസ് 3z ഈസ് ഈക്വൽ ടു 17 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് നമുക്ക് 2x മൈനസ് 4y പ്ലസ് 6z ഈസ് ഈക്വൽ ടു 34 എന്ന് പറയുന്നതാണ്. സോ നമുക്ക് എപ്പോഴും ഒരു സൊല്യൂഷൻസ് ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു യുണീക് സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ അവിടെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആയിരിക്കരുത്. സോ ഇവിടെ ഡിപ്പെൻഡൻസി വന്നതുകൊണ്ട് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണ്. 3 ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. നോട്ടീസ് ദാറ്റ് തേർഡ് ഇക്വേഷൻ ഈസ് എക്സാക്ട്ലി ട്വൈസ് ദ ഫസ്റ്റ്. അതുകൊണ്ട് തന്നെ 2 ഇൻഡിപെൻഡന്റ് ഇക്വേഷനും 3 അൺനോണും ആണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണ്. സോ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമ്മൾ പഠിക്കണം. അതിന്റെ ഡിറ്റർമിനന്റ് 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഈ എപ്പോഴാണ് ട്രിവിയൽ സൊല്യൂഷൻ, എപ്പോഴാണ് യുണീക് സൊല്യൂഷൻ, എപ്പോഴാണ് നോ സൊല്യൂഷൻ, എപ്പോഴാണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യും. സോ ഒബ്വിയസ്ലി വി ഷുഡ് ലുക്ക് അപ്പോൺ ദാറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ലൈക് ഗ്രാഫ് ഒരു ഡെറിവേറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ ലോക്കൽ മിനിമം മാക്സിമം നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ശരി എന്നത്. സോ നമുക്ക് ആ ഒരു ഇക്വേഷന്റെ ലോക്കൽ മിനിമം കാണണം, ലോക്കൽ മാക്സിമം കാണണം. എന്താണ് ഫംഗ്ഷൻ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5x ക്യൂബ് പ്ലസ് 2x സ്ക്വയർ മൈനസ് 3x എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ലോക്കൽ മാക്സിമം എക്സ് ഇസ് ഈക്വൽ ടു 3/5 എന്നും തന്നിട്ടുണ്ട്. മാക്സിമം പിന്നെ എന്താ മൈനസ് 3/5 എന്നും നമുക്ക് തന്നിട്ടുണ്ട്. ലോക്കൽ മിനിമം ഇതുപോലെ 1/3 മൈനസ് 1/3 തന്നിട്ടുണ്ട്. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ആക്ച്വലി അതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്താ ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ, എഫ് ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ 5x ക്യൂബ് എന്ത് വരുന്നു, 5 ഇൻറ്റു 3 ഇൻറ്റു എക്സ് സ്ക്വയർ. 5x ക്യൂബിന്റെ വരുന്നത് 5 ഇൻറ്റു 3 ഇൻറ്റു എക്സ് സ്ക്വയർ, വിച്ച് മീൻസ് 15x സ്ക്വയർ. ഇനി 2x സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4x മൈനസ് 3x ചെയ്യുമ്പോൾ -3. അതിനെ നമ്മൾ മാക്സിമം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതിനെ അല്ലെങ്കിൽ അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടെത്താൻ വേണ്ടി അതിനെ 0ക്ക് നമ്മൾ നോർമലി ഇക്വേറ്റ് ചെയ്യും. 15x സ്ക്വയർ പ്ലസ് 4x മൈനസ് 3 ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac വരുമ്പോൾ -4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 16 പ്ലസ് 180 ഹോൾ ഡിവൈഡഡ് ബൈ 30. 2 ഇൻറ്റു 15 30 വരുന്നത്. സോ ആൻസർ ഈസ് ഈക്വൽ ടു -4 പ്ലസ് ഓർ മൈനസ് 14/30. സോ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി 1/3 എക്സ് ഈസ് ഈക്വൽ ടു -3/5 ആണെന്ന് കിട്ടി. നമുക്ക് ആക്ച്വലി ഓപ്ഷന്റെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും വെച്ച് മാർക്ക് ചെയ്യാം. പക്ഷെ അത് ഏതാണ് ലോക്കൽ മാക്സിമം എന്നും
ലോക്കൽ മിനിമം ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയണമല്ലോ. നമുക്കിപ്പോ വേറൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല. സോ അടുത്ത ഡെറിവേറ്റീവ് എടുക്കും. സോ എഫ് ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ 30x+4. അവിടെ നിന്നിട്ട് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ക്രിട്ടിക്കൽ പോയിന്റ്സ് ഏതൊക്കെയാ? 1/3 -3/5 കൊടുക്കുക. ഇത് രണ്ട് കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് കൊടുത്തു കഴിയുമ്പോൾ എന്ത് വാല്യൂ കിട്ടണമെന്ന് നോക്കുക. നമുക്കറിയാം അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതൊരു ലോക്കൽ മിനിമം ആണ്. എഫ് ഡബിൾ ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ അത് ലോക്കൽ മിനിമം ആണ്. എഫ് ഡബിൾ ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ അതാണ് ലോക്കൽ മാക്സിമം. ഇത് നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ അല്ല, പഠിക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ്. സോ ഇവിടെ വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി തേർഡ് സ്റ്റേറ്റ്മെന്റും ഫോർത്ത് സ്റ്റേറ്റ്മെന്റും ആണ് കറക്റ്റായി വരുന്നത്. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഒരു കർവ്, ആ കർവിന്റെ ഒരു പോയിന്റിലുള്ള ടാൻജന്റിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ടാൻജന്റിന്റെ ഇക്വേഷൻ 2x + 3y = 13 തന്നിട്ടുണ്ട്. ആ പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതിന്റെ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഫ്രം ദ സെന്റർ. അപ്പോ അതിന്റെ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ സംഭവം? ടാൻജന്റും ഈ ലൈനും തമ്മിൽ എന്താ പെർപെൻഡിക്കുലർ ആയിരിക്കില്ലേ? സോ ഇവരുടെ രണ്ടുപേരെയും എന്ത് സംഭവിക്കും? രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസിന്റെ സ്ലോപ്പുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -1 ആയിരിക്കും ഉത്തരം വരുന്നത്. സോ ഒരു ടാൻജന്റിന്റെയും ഒരു റേഡിയസ്, അതായത് ഈ 2, 3 പാസ് ചെയ്യുന്ന റേഡിയസ് വരുന്ന ഇക്വേഷൻ തമ്മിൽ അതിന്റെ സ്ലോപ്പുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -1 ആണ് വരുന്നത്. സോ നമ്മൾ എപ്പോഴും അതങ്ങനെ ചെയ്യാറുള്ളത് കൊണ്ട് നോർമലിന്റെ ഇത് വന്നു കഴിയുമ്പോൾ നമുക്ക് രണ്ടും തമ്മിൽ എങ്ങനെയാ എക്സിന്റെ കോയിഫിഷ്യന്റും വൈന്റെ കോയിഫിഷ്യന്റും കൂടി നമുക്ക് ഇന്റർചേഞ്ച് ചെയ്തിട്ട് മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ കിട്ടും. അതോടൊപ്പം തന്നെ ഈ 2, 3 പാസ് ചെയ്യുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തുന്നത് എങ്ങനെ? ഫസ്റ്റ് നമുക്ക് അങ്ങനത്തെ 2x + 3y ഇന്റർചേഞ്ച് ചെയ്ത് കോയിഫിഷ്യന്റ് ഇന്റർചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് 3x - 2y. അവിടെ ഇനി വാല്യൂ ഇട്ട് കൊടുക്കുക. 3 × 2 - 2 × 3 = 0. ശരിയാണ്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഒന്ന് നോക്കി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് കണ്ടെത്താനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ആക്ച്വലി ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പൊ നമുക്ക് ലിമിറ്റിന്റെ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. ലിമിറ്റിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇവിടെ നമുക്ക് അതിന്റെ ആ ഒരു അപ്രോച്ച് നമുക്ക് നോക്കിയിരിക്കും. ഉത്തരം എന്തോ ആയിക്കോട്ടെ, ഉത്തരം ആക്ച്വലി നമുക്ക് അങ്ങനെ കിട്ടത്തില്ല. സോ ഇവിടെ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ തന്നിട്ട് നമുക്ക് കണ്ടെത്താവുന്ന ഡെറിവേറ്റീവിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. എന്നാലും നമുക്ക് ഇവിടെ കിട്ടത്തില്ല. അല്ലെങ്കിൽ ഇതുപോലത്തെ എക്സാമുകൾക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 0 വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് 0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഇനീക്വൽ ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ എൽ ഹോസ്പിറ്റൽ റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ എൽ ഹോസ്പിറ്റൽ റൂളും നമുക്ക് വലിയ രീതിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം, അത് കൂടുതൽ ഇത് ചെയ്യേണ്ട. കാരണം ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് ലോഗിന്റെ കോസെക്സിന്റെയും എക്സ്പാൻഷൻസ് ഉണ്ട്. മക്ലോറിൻ എക്സ്പാൻഷൻസ് ഉണ്ട്. എക്സ്പാൻഷൻസ് നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം. ലോഗ് എക്സ്, കോസെക്സ്, പിന്നെ 1+x⁻n 1 - x⁻n അതിന്റെ എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പഠിക്കും. സോ ലോഗ് 1 - x എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ -x - x²/2 പിന്നെ അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. കോസ് എക്സിന്റെ അങ്ങനെ തന്നെ പോകും. ഇവിടെ എന്ന് പറഞ്ഞാൽ അവിടെ അത് കട്ടായി അല്ലെങ്കിൽ ആ രീതിയിൽ വരുമ്പോൾ -1/x -1 + 0 എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് ലെഫ്റ്റ് ലിമിറ്റ് നോക്കണം, റൈറ്റ് ലിമിറ്റ് നോക്കണം.
ലെഫ്റ്റ് ലിമിറ്റ് നോക്കി കഴിയുമ്പോൾ നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ആണ് വരുന്നത്, മൈനസ് ഇൻഫിനിറ്റി. പക്ഷെ എന്ത് സംഭവിക്കും? നേരെ തിരിച്ച് റൈറ്റ് സൈഡിൽ നിന്നുള്ള ലിമിറ്റ്, റൈറ്റ് ലിമിറ്റ് നോക്കുമ്പോൾ RHL നോക്കുമ്പോൾ പ്ലസ് ഇൻഫിനിറ്റി ആണ് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് ടു സൈഡഡ് ആയിട്ടുള്ള ലിമിറ്റ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യത്തില്ല. സോ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. നെക്സ്റ്റ് ഈസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. 1 second. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു എക്സ്പാൻഷന്റെ സം ഓഫ് കോഎഫിഷ്യന്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ സം ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ എന്താണ് എപ്പോഴും എളുപ്പ വഴി? എക്സിന് 1 എന്ന് പറയുന്ന വാല്യൂ ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഈസിയർ ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. 1 മൈനസ് 3x പ്ലസ് 2x ക്യൂബിന് 1 വെച്ച് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 1 മൈനസ് 3 into 1 plus 2 into 1 cube the whole raised to 512 വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ 3 into 1 3, 2 into 1 cube 2. അപ്പോ 1 മൈനസ് 3 പ്ലസ് 2 എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? 0. സോ സം ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ദ പോളിനോമിയൽ അതിന്റെ എക്സ്പാൻഷൻ വരുമ്പോൾ അത് എത്രയോ എക്സ്പാൻഷൻ, നമുക്ക് ആ എക്സ്പാൻഷൻ ഒന്നും ആക്ച്വലി ഇവിടെ അറിയേണ്ട കാര്യമില്ല. ബട്ട് ഉത്തരം 0 ആയിരിക്കും. നെക്സ്റ്റ് വൺ കോംപ്ലക്സ് നമ്പർ ആണ്, അതിന്റെ കൂടെ ട്രിഗ്നോമെട്രിയും വരുന്നുണ്ട്. എന്താണ്? 2i, ഐ നിങ്ങൾക്ക് അറിയാം √(-1) ആണെന്ന് അറിയാം. 2i sec theta plus tan theta is equal to √2. ദെൻ നമുക്ക് കണ്ടുപിടിക്കുന്നത് sec theta plus 2i tan theta. സോ മാക്സിമം കോംപ്ലക്സ് നമ്പറും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2i sec theta plus tan theta √2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കിട്ടേണ്ടത് എന്താണ്? sec theta plus 2i tan theta. അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് വേറെ ഒരു, കാരണം ഈസിയർ ആയിട്ടുള്ള കാൽക്കുലേഷന് വേണ്ടി. എന്നിട്ട് അവസാനം കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യും? അതിന് നമുക്ക് ഒരു അവസാനമാണ് ഇടുന്നത്. കാരണം ഇവിടത്തെ സാധനം തന്നെ നോക്കുക. ഇവിടെ 2i sec theta plus tan theta equal to √2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ sec theta നമ്മൾ a വെച്ച്, നമുക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയാണ് a വെച്ച് കൊടുക്കുന്നു, tan theta b എന്ന് കൊടുക്കുന്നു. അവ തമ്മിലുള്ള റിലേഷൻ ഒന്നും ഇപ്പൊ നമ്മൾ വേണ്ട. അപ്പൊ എന്ത് സംഭവിക്കുന്നു? 2ia plus b is equal to √2 എന്ന് പറഞ്ഞു വരുന്നു. സോ b എന്ന് പറയുന്നത് √2 മൈനസ് 2ia. ഇനി നമുക്കറിയാവുന്ന ഇനീക്വാലിറ്റി എടുക്കുക. എന്താണ്? c സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ is equal to 1, വിച്ച് മീൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് a സ്ക്വയർ മൈനസ് b സ്ക്വയർ is equal to 1. ഇവിടെ നമ്മൾ a bക്ക് കൊടുത്തിരിക്കുന്നത് എന്താണ്? √2 minus 2ia the whole square, which means a square minus 2 ബ്രാക്കറ്റിൽ minus 4√2ia minus 4a square is equal to 1, which means 5a square plus 4√2ia minus 3 is equal to 0. നമ്മളിപ്പോഴും എന്നിട്ട് അത് സോൾവ് ചെയ്യുക. ഇപ്പൊ സോൾവ് ചെയ്യുന്ന പ്രൊസീജിയർ ഒന്നും ആക്ച്വലി ഇപ്പൊ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ആ ഒരു മെത്തേഡ് ഫെമിലിയർ ആയിട്ടിരിക്കുക. കാരണം നമുക്ക് ക്ലാസ്സുകളിലും ആക്ച്വലി ഒരുപാട് പ്രോബ്ലംസ് ചെയ്യേണ്ടതുണ്ട്, മോക്ക് ടെസ്റ്റ് എടുക്കും, അന്നേരം എല്ലാം അത് വരും. സോ നമുക്കൊരു വാല്യൂ കിട്ടും. ഇനിയാണ് നമ്മൾ, അപ്പൊ എ എന്ന് പറയുന്നത് നമ്മൾ sec theta എന്നല്ലേ പറഞ്ഞേക്കുന്നത്. സോ a പ്ലസ് 2i sin theta, അതായത് നമ്മളിപ്പോ കൊടുത്തിരിക്കുന്ന a പ്ലസ് 2√i പ്ലസ് 4a എന്ന് പറഞ്ഞ രീതിയിൽ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്ത് അത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട്സ്. എളുപ്പമല്ല, ഡിഫിക്കൽട്ട് ആണ്. അത് പ്രാക്ടീസ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. പിന്നെ നമ്മൾ ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് മേ ബി ഒരു പ്ലസോ ഒരു മൈനസോ വെച്ച് മാറി തെറ്റിപ്പോവാനുള്ള സിനാരിയോ വരെയുണ്ട്. പക്ഷെ അത് നമുക്ക് പോകേണ്ട കാര്യമില്ല. സോ പ്ലസ് ഓർ മൈനസ് √7 ആണ് ഇതിന്റെ ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രേഷനിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്റഗ്രൽ 0 to 1 x into 1 plus x raised to 99 dx ആണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ
നമുക്ക് ക്യാൻസൽ ആവുകയാണ് ചെയ്തിട്ടുള്ളത്, കാരണം ഓപ്ഷൻ ഉത്തരവില്ല. ബട്ട് നമുക്ക് അതിന്റെ മെത്തേഡ് നോക്കാം. കാരണം ഇതാണ് തന്നിരിക്കുന്നത്, ഇന്റഗ്രൽ 0 to 1 x into 1 plus x raised to 99. ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വേണം എളുപ്പത്തിന് വേണ്ടി. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷന്റെ ഐഡിയയാണ്. സോ യു ഈസ് ഇക്വൽ ടു 1 plus x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ x ഈസ് ഇക്വൽ ടു u minus 1 കൊടുത്തു. സോ അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ ഇത് പലതവണ ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ ഡി എക്സ് ഈക്വൽ ടു ഡി യു കൊടുക്കുന്നു. ലിമിറ്റ് അത് വെച്ച് ചെക്ക് ചെയ്യുക, കാരണം എക്സ് 0 ആണെങ്കിൽ എന്താ 1 plus x u 1 ആവും, എക്സ് 1 ആണെങ്കിൽ യു എന്ന് പറയുന്നത് 2 ആവും ഒബ്വിയസ്ലി. സോ 1 to 2 u minus 1 u 99 du. നമുക്ക് പിരിച്ചെഴുതുമ്പോൾ u 100 minus u 99 ഈസി ആണല്ലോ. ഒരു പവറിന്റെ ഇത് വന്നു കഴിഞ്ഞാൽ പവർ ഒന്ന് കൂട്ടിയിട്ട് ആ പവർ കോഎഫിഷ്യന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. സോ u raised to 101 by 101 minus u raised to 100 by 100. ലിമിറ്റ് 1 to 2. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 raised to 101 by 101 minus 2 raised to 100 by 100 minus 1 by 101 minus 1 by 100 എന്ന് പറഞ്ഞ് അത് നമുക്ക് ഒരു ആൻസർ കിട്ടും. സോ ഇത് ആ മെത്തേഡ് ഒന്ന് ഫെമിലിയർ ആയിട്ടിരിക്കുക, നമുക്ക് പ്രോബ്ലംസ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഈ ഒരു റെസ്പെക്റ്റീവ് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y is equal to sin x between x0 and x2π. എന്താണ് ഏരിയ ബൗണ്ട് ചെയ്യുന്നത്? ഇന്റഗ്രേഷൻ, ദാറ്റ്സ് ഇറ്റ്. എന്താ ഇന്റഗ്രൽ y എന്ന് പറയുന്നത് sin x ആണ്, x is equal to 0 to 2π. നമുക്ക് എന്താ sin എക്സിന്റെ ഡി എക്സ്, കാരണം ഏരിയ കാണുന്നതുകൊണ്ട് sin x പ്ലസും മൈനസും വരാം. സോ നമ്മൾ മോഡ് എടുത്താണ് ചെയ്യുന്നത്, കാരണം നെഗറ്റീവ് sin x നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും സാധനം വരുന്നതുകൊണ്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ്, കാരണം 0 to 2π ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഏരിയ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to π മോഡ് എക്സ് ആണ് എടുത്തേക്കുന്നത്. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 to π മൈനസ് π to 2π sin x എന്ന് പറഞ്ഞ് വരും. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് വന്നു, മൈനസ് കോസ് എക്സ് വന്നു. എന്റെ അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 മൈനസ് മൈനസ് 2 ആണ് വരുന്നത്. ഓപ്ഷൻ 4 തന്നെയാണ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ, ആംഗിൾ ബിറ്റ്വീൻ സ്ട്രേറ്റ് ലൈൻസ്. എന്താണ്? നമുക്ക് രണ്ട് സ്ട്രേറ്റ് ലൈൻ തന്നിട്ടുണ്ട്, ഇതൊക്കെയിടയിലുള്ള ആംഗിൾ കണ്ടെത്താൻ. ഇതൊക്കെയിടയിലുള്ള ആംഗിൾ കണ്ടെത്താൻ പറഞ്ഞാൽ ഒരു സാധനം ആക്ച്വലി നമുക്ക് ചെക്ക് ചെയ്യാം. രണ്ടും തമ്മിൽ എന്താ, ഒരു രണ്ട് സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ അവ തമ്മിലുള്ള ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? tan θ is equal to m1 minus m2 divided by 1 plus m2. ഇത് tan θ വെച്ച് ഇത് നോക്കുക, നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമുണ്ടോ? കാരണം ഇതിന്റെ കോഎഫിഷ്യൻസ് നോക്കി, കോഎഫിഷ്യന്റ് ഇന്റർചേഞ്ച് ചെയ്തേക്കുവാണ് ആൻഡ് അവിടെ ഒരു മൈനസ് സൈനും കൂടി ഉണ്ട്. സോ ഇതിന്റെ സ്ലോപ്പ് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത എന്താണ് വരുന്നത്? -1 ആണ് നമുക്ക് വരുന്നത്. സോ നോർമലി വേറൊരു ഇക്വേഷൻ ആണെങ്കിൽ ഇതേ ഇക്വേഷൻ യൂസ് ചെയ്യുക. tan θ is equal to m2 minus m1 divided by 1 plus m1 m2. നമ്മൾ +2 പഠിക്കുന്നതാണ് സ്ട്രേറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. സോ അതിനുശേഷം നമുക്ക് വരുന്നത് ലൈക്ക് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിനെ സംബന്ധിച്ച് അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. കോഎഫിഷ്യൻസ് ആർ ഇന്റർചേഞ്ച് ആൻഡ് വൺ നെഗറ്റീവ് സൈൻ ഈസ് ഇൻ ബിറ്റ്വീൻ ദിസ്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓൾസോ ഇത് -1 ആവും. സോ θ is equal to 90 ഡിഗ്രി ആണ് വരുന്നത്. അടുത്ത നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിന്റെ കുറച്ച് ടോപ്പിക്സ് ആണ്. പക്ക തിയറി ആണ്, നമുക്ക് അറിയാൻ വേണ്ടി ചെയ്യാം. അതിൽ കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം വരുന്നില്ല. അതിന്റെ ക്ലാസ്സസ് റെസ്പെക്റ്റീവ് ഫാക്കൽറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. നമുക്കിപ്പോൾ അതിനെപ്പറ്റി ജസ്റ്റ് ഒരു ഐഡിയ എടുത്ത് ആൻസർ പറഞ്ഞ് മുന്നോട്ട് പോകാമെന്ന് തോന്നുന്നു. ഫസ്റ്റ് വൺ എന്താണ്? എ പ്രൊജക്റ്റഡ് സ്റ്റോൺ വിച്ച് ഈസ് പ്രൊവൈഡഡ് ടു സെർവ് ആസ് എ സപ്പോർട്ട് ഫോർ ട്രൂസസ് ആൻഡ് ബീംസ് ഈസ് നോൺ ആസ്. അതായത് ബീമിനെയും ട്രസസിനെയും തമ്മിൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്റ്റഡ് ആ ഒരു സ്റ്റോണിന് പറയുന്ന പേര് എന്താണ്? ലിൻഡലാണോ, സില്ലാണോ, കോർണൈസ് ആണോ, കോർബലാണോ? യെസ്, കറക്റ്റ്. സോ ഒബ്വിയസ്ലി കോർബലാണ് ഉത്തരം. കോർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചറൽ വാളിൽ നിന്നുള്ള ഒരു പ്രൊജക്ട് ചെയ്ത് വെക്കുന്ന ഒരു സ്ട്രക്ചറൽ മെമ്പറാണ്. എന്തിന്? നമ്മുടെ ബീം ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ലോഡുകളോ
അല്ലെങ്കിൽ ആർച്ചോ പോലെയുള്ളവ ഉണ്ടെങ്കിൽ അതിനെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റഡ് പോർഷനാണ് കോർബൽ എന്ന് പറയുന്നത്. ഇനി ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ടു പ്ലെയിൻ മിറേഴ്സ് ഓഫ് ആൻ ഒപ്റ്റിക്കൽ സ്ക്വയർ. ഇത് നമുക്ക് അങ്ങനെ ഇക്വേഷനോ അങ്ങനത്തെ കാര്യമൊന്നുമില്ല, ഇത് ഫാക്റ്റ് ആയിട്ട് ഉള്ള സാധനമാണ്. ഒരു ഒപ്റ്റിക്കൽ സ്ക്വയറിന്റെ രണ്ട് ടു പ്ലെയിൻ മിററിന്റെ ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന ഒരു ഒപ്റ്റിക്കൽ സ്ക്വയർ വെച്ചിട്ടുള്ളൊരു രണ്ട് പ്ലെയിൻ മിറർ ആണെങ്കിൽ അതിന്റെ ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ ഒബ്വിയസ്ലി ഇറ്റ്സ് 45 ഡിഗ്രി. ഓർത്ത് വെക്കണം, ഒരു ഒപ്റ്റിക്കൽ സ്ക്വയറിൽ രണ്ട് മിറേഴ്സും 45 ഡിഗ്രി എന്ന രീതിക്കാണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ബൾക്കിംഗ് ഓഫ് സാൻഡ് കോസ്ഡ് ബൈ അല്ലെങ്കിൽ കോസ്റ്റ് ഡ്യൂ ടു എയർ വോയിഡ്സ് ആണോ, സർഫസ് മോയിസ്ചർ ആണോ, വിസ്കോസിറ്റി ആണോ, ഓൾ ഓഫ് ദ എബോവ് ആണ്. നമുക്കറിയാം ബൾക്കിംഗ് എന്ന് പറയുന്നത് കാലപ്പഴക്കം കൊണ്ടോ അല്ലെങ്കിൽ പല കാലങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന ആ വോളിയത്തിലോ സൈസിലോ വരുന്ന ചേഞ്ചിന്റെ കാര്യത്തിനാണ്. അത് ഓരോന്നും ഓരോ രീതിക്കാണ് ഇനി വരുന്നത്. ഇവിടെ നമുക്ക് പർട്ടിക്കുലർലി ചോദിച്ചിരിക്കുന്നത് സാൻഡ് ആണ്. സാൻഡിന്റെ ബൾക്കിംഗ് എങ്ങനെയാണ് വരുന്നത്? അത് അതിന്റെ അകത്തുള്ള എയർ വോയിഡ്സ് കൊണ്ടാണോ, അതോ പുറത്തുള്ള മോയിസ്ചർ കണ്ടന്റ് കൊണ്ടാണോ, അതോ വിസ്കോസിറ്റി ആണോ, അതോ ഇവയെല്ലാം? ഇനിപടി ഇത് അറിയാമെങ്കിൽ നമുക്കങ്ങ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങ് വിട്ട് പോവാം. ഇപ്പോഴത്തെ പർട്ടിക്കുലർ സിനാരി കാരണം നമ്മൾ കോഴ്സ് തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഒബ്വിയസ്ലി സർഫസ് മോയിസ്ചർ ആണ്. കാരണം ഈ സാൻഡ് പാർട്ടിക്കിൾസിന്റെ പുറത്ത് ചുറ്റുമായിട്ട് കുറച്ചൊരു വാട്ടറിന്റെ ഒരു പാളി ഉണ്ടാവും. ആ പാളി വരുന്നതുകൊണ്ട് തന്നെ ആ സാൻഡിന്റെ വോളിയം കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലായിട്ട് നമുക്ക് തോന്നും, അല്ലെങ്കിൽ കൂടും. ഈ ഫിനോമിനയ്ക്ക് പറയുന്നതാണ് ബൾക്കിംഗ് ഓഫ് സാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെൻസിറ്റിവിറ്റി ഓഫ് ബബിൾ ട്യൂബ് ക്യാൻ ബി increased. Viscosity of liquid is greater, increasing the diameter of the tube. Surface tension of the liquid is greater, decrease the length of the tube. ഒന്ന് പറഞ്ഞേ. ഒരു ബബിൾ ട്യൂബിന്റെ സെൻസിറ്റിവിറ്റി നമുക്ക് എങ്ങനെ കൂട്ടാനായി സാധിക്കും? അല്ലെങ്കിൽ കൂടുന്നത് എപ്പോഴാണ്? ലിക്വിഡിന്റെ വിസ്കോസിറ്റി കൂടുമ്പോഴാണോ, അതോ ട്യൂബിന്റെ ഡയമീറ്റർ കൂടുമ്പോഴാണോ, അതോ സർഫസ് ടെൻഷൻ കൂടുമ്പോഴാണോ, അതോ ട്യൂബിന്റെ ലെങ്ത് കുറയുമ്പോഴാണോ? ഒബ്വിയസ്ലി ഓപ്ഷൻ ബി, ഇൻക്രീസിംഗ് ദ ഡയമീറ്റർ ഓഫ് ദ ട്യൂബ്. ഡയമീറ്റർ ഓഫ് ദ ട്യൂബ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്താണ്? റേഡിയസ് കൂടും. റേഡിയസ് കൂടുമ്പോൾ അതിന്റെ കർവേച്ചർ വലിപ്പം ഉണ്ടാവും. സോ ഒരു ചെറിയ സ്മോൾ ചേഞ്ച് ഓഫ് ഇൻക്ലിനേഷനിൽ പോലും ബബിള് കുറച്ചും കൂടി മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും. സോ ഓപ്ഷൻ ബി, ഇൻക്രീസിംഗ് ദ ഡയമീറ്റർ ഓഫ് ദ ട്യൂബ് വിൽ ഇവൻച്വലി ഇൻക്രീസ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ദ ബബിൾ ട്യൂബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The axis about which the lower and upper plates of a theodolite rotate is called. അറിയാമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വിടുക. ലോവർ പ്ലേറ്റും അപ്പർ പ്ലേറ്റ്സും ഏതിന്റെ? തിയോഡലൈറ്റ് റൊട്ടേറ്റിന്റെ അതിനറിയപ്പെടുന്ന ആക്സിസ് ലോവർ അപ്പർ. എന്താണ് ലോവർ അപ്പറിന്റെ ആക്സിസ് വരുന്നത്? എപ്പോഴും നമ്മൾ നോർമലി പേരിൽ നിന്ന് തന്നെ വരുന്നത് ഇറ്റ്സ് കോൾഡ് വെർട്ടിക്കൽ ആക്സിസ്. നമ്മൾ വേറെ ഇതിന്റെയും ലോവറും അപ്പറും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് എന്താ? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. അവിടെ ആക്സിസ് അതിന്റെ ഇത് വരുന്നത് റൊട്ടേറ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ ആക്സിസിലാണ്. സോ ദ ആക്സിസ് അബൌട്ട് വിച്ച് ലോവർ ആൻഡ് അപ്പർ പ്ലേറ്റ്സ് ഓഫ് എ തിയോഡലൈറ്റ് റൊട്ടേറ്റ് ഈസ് കോൾഡ് വെർട്ടിക്കൽ ആക്സിസ്. Upper plate and lower plate rotate around the vertical axis. The telescope rotates in a vertical plane about the horizontal axis. ഹൊറിസോണ്ടൽ ആക്സിസിന് മറ്റൊരു പേരാണ് ട്രണിയൻ ആക്സിസ് എന്ന് പറയുന്നത്. സോ അത് രണ്ടും സെയിം ഉത്തരവാണ്. അപ്പൊ അതറിയാമെങ്കിൽ ആക്ച്വലി രണ്ടും വരത്തില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഗണ്യറ്റ് ചെയ്യാം. ഇനി കണ്ടന്റ് അറിയണം, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ലോജിക്ക് മനസ്സിലാക്കിയിട്ട് വേണം ഒബിയസ്ലി അത് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ്, ഗഡ്ജിയൻ പിൻ.
ഗഡ്ജിയൻ പിൻ കണക്ട്സ് എന്തിനെയാണ് കണക്ട് ചെയ്യുന്നത്? അത് കണക്ടിങ് റോഡിനെയും ക്രാങ്കിനെയാണോ, അതോ കണക്ടിങ് റോഡിനെയും പിസ്റ്റനെയാണോ, അതോ ക്രാങ്കിനെയും ക്രാങ്ക് ഷാഫ്റ്റിനെയും ആണോ? നൺ ഓഫ് ദ എബോവ്. എന്തായാലും അതൊരു പിന്നായതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇതാണ് ഗഡ്ജിയൻ പിൻ. അറിയാമെങ്കിൽ ഉത്തരം പറയാം. യെസ്, പിസ്റ്റൺ ആൻഡ് കണക്ടിങ് റോഡാണ് അത് വരുന്നത്. ഈ പിസ്റ്റൺ പിന്ന് തന്നെ വേറൊരു പേര്, അല്ലെങ്കിൽ ഗഡ്ജിയൻ പിന്നിനെ തന്നെ നമ്മൾ പിസ്റ്റൺ പിൻ എന്ന് പറയുക. ഒബ്വിയസ്ലി അതിനകത്ത് പിസ്റ്റൺ എന്തായാലും വരുമല്ലോ. പിസ്റ്റണും പിന്നെ നമ്മളുടെ ആ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്റെ ലൈക്ക് ആ കണക്ടിങ് റോഡിന്റെ ആ ഒരു ഏറ്റവും കുഞ്ഞ് എൻഡ്, ഏറ്റവും സ്മോൾ എൻഡുമായിട്ട് പിസ്റ്റൺ കണക്ട് ചെയ്യുന്നതിനാണ് ഗഡ്ജിയൻ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത്, ഫോർ മൾട്ടി സിലിണ്ടർ എൻജിൻസ്. ഒന്നിൽ കൂടുതൽ സിലിണ്ടർ ഉള്ള എഞ്ചിനുകൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഏതിലാണ്? ഹെവിയർ ഫൈവ് വീൽസിലാണോ, അല്ലെങ്കിൽ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് ഒരു രീതിയിൽ എഫക്ട് ചെയ്യില്ല? ഇതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്, നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം ഒബ്വിയസ്ലി. സോ ഉത്തരം ഏതാണ്? മൾട്ടി സിലിണ്ടർ എഞ്ചിൻ വരുന്നത് ലൈറ്റർ ഫ്ലൈ വീൽസ് യൂസ് ചെയ്യുന്നതാണ്. ഇൻ മൾട്ടി സിലിണ്ടർ എഞ്ചിൻസ് പവർ സ്ട്രോക്സ് ഒക്കർ മോർ ഫ്രീക്വന്റ്ലി. അതുകൊണ്ട് ടോർക്ക് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. അതുകൊണ്ട് കുറച്ച് എനർജി ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് ലൈറ്റർ ഫ്ലൈ വീലിലാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. മൾട്ടി സിലിണ്ടർ ഫോർ ലൈറ്റർ ഫ്ലൈ വീൽ, ലൈറ്റർ മൾട്ടി സിലിണ്ടർ എഞ്ചിൻസ് ഫോർ ലൈറ്റർ ഫ്ലൈ വീൽസ്. ഇത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, നമ്മളെല്ലാം സിവിലിന്റെ ആ ഒരു ഇതിൽ നിന്നാണ് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് ആസ് എ സോർട്ട് ഓഫ് റെഗുലേറ്റിംഗ് റിസർവോയർ. അതായത് ഒരു കൈൻഡ് ഓഫ് റെഗുലേറ്റിംഗ് റിസർവോയർ ആണ്, പക്ഷെ ടെമ്പറലി കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. എപ്പോ? ടർബൈനിൽ നിന്നുള്ള ലോഡ് റിജക്ട് ചെയ്യുമ്പോൾ, കുറച്ചു നേരത്തേക്ക് ഒരു റെഗുലേറ്റിംഗ് റിസർവോയർ ആയി ആക്ട് ചെയ്യുന്നത് എന്താണ്? നമുക്ക് ഇവിടെ 4 കമ്പോണൻസ് തന്നിട്ടുണ്ട്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? പെൻസ്റ്റോക്ക് ആണോ? അല്ല. ഫാസ്റ്റ് ആണോ? അല്ല. ഡാം ആണോ? ഡാം റെഗുലേറ്റിംഗ് റിസർവോയർ ഫോർ ടെമ്പററി? നോ. ദെൻ ഫോർബേ. യെസ്, ഒബ്വിയസ്ലി ഫോർബേ. ഫോർബേ ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് അതൊരു ടെമ്പററി ഇതായിട്ട് നിൽക്കും. എങ്ങനെ? ഫോർബേ എക്സസ് ആയിട്ടുള്ള, അതായത് നമ്മൾ ടർബൈനിൽ നിന്ന് റിജക്ട് ചെയ്യപ്പെടുന്ന ലോഡ് ഫോർബേ വളരെ കുറച്ച് നേരത്തേക്ക് ആ എക്സസ് വാട്ടറിനെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ആ ടർബൈന്റെ ഫ്ലോ ഒന്ന് സെറ്റായിട്ട് വെച്ചിട്ട് പിന്നെ യൂഷ്വൽ പ്രൊസീജിയറിലേക്ക് പോകും. പെൻസ്റ്റോക്ക് എന്താണെന്ന് നമുക്കറിയാം, അത് ജസ്റ്റ് ഒരു കാരിയർ ആണ്, ടർബൈനിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന ഒരു ഹ്യൂജ് പൈപ്പാണ്. ഫ്ലാഷ് ട്രാക്ക് എന്താണ്? ടർബൈനിലേക്ക് ആവശ്യമില്ലാത്ത പാർട്ടിക്കിൾസ്, ഡെബ്രീസ്, വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലാഷ് ട്രാക്ക്, as the name indicates. ഡാം ഒരു ലാർജ്, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രധാനപ്പെട്ട റിസർവോയർ എന്ന് പറയുന്നത് ഡാം ആണ്. ദെൻ ഫോർബേ അത് ടെമ്പററി റെഗുലേറ്റിംഗ് റിസർവോയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് എക്കണോമൈസർ യൂസ്ഡ് ഇൻ steam power plants. It reduces the loss of heat with the flue gases. It is intended for heating the feed water. It increases the consumption of fuel. നമുക്ക് സ്റ്റീം പവർ പ്ലാന്റ്സിലെ എക്കണോമൈസർ ആ പേര് തന്നെ നോക്കുക എന്തായിരിക്കും ഉള്ളത്. അത് നമ്മളുടെ ഒരു ഗുണമായിട്ടുള്ള ഒരു കാര്യമാണോ ദോഷമായിട്ടുള്ള കാര്യമാണോ? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1 only, 1 and 2 കറക്റ്റ്, 1 and 3 കറക്റ്റ്, 1, 2, 3 കറക്റ്റ്. 1 എന്തായാലും കറക്റ്റ് തന്നെ എല്ലാ ഓപ്ഷനും പറയുന്നുണ്ട്. ഓപ്ഷൻ സി നോക്കുക, അത് ഇൻക്രീസസ് കൺസപ്ഷൻ ഓഫ് ഫ്യൂവൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ തേർഡ് സ്റ്റേറ്റ്മെന്റ്. ആക്ച്വലി എക്കണോമൈസർ നമുക്ക് ഫ്യൂവൽ സേവ് ചെയ്യല്ലേ വേണ്ടത്. സോ ഓപ്ഷൻ സി, അത് ഈ സ്റ്റേറ്റ്മെന്റ് സി 3 തെറ്റാണ്. സോ 1 and 2 ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. അപ്പോ എക്കണോമൈസർ ചെയ്യുന്നത് എന്താ? ഫീഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്നുണ്ട്, അതുവഴി കൺസപ്ഷൻ ഓഫ് ഫ്യൂവൽ കുറയ്ക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, മോഡറേറ്റർ യൂസ് ഇൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. നമുക്കറിയാം ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ പലതരത്തിൽ, അത് ഇങ്ങനെ ചെയിൻ റിയാക്ഷൻ പോലെയുള്ള റിയാക്ഷൻ ആണ്. നമുക്ക് അതിനൊരു കൺട്രോൾ വരുത്തണം. കൺട്രോൾ വരുത്തിയില്ലെങ്കിൽ അത് ഇങ്ങനെ റെക്കറന്റ് ആയിട്ട് ഇങ്ങനെ റിയാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ റിയാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് എനർജി കൂടുതൽ റിലീസ് ആവുന്നു, വലിയ വലിയ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്ന
ഉപകരണങ്ങളാണ്, കമ്പോണൻസ് ആണ് മോഡറേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ആ മോഡറേറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്? അവര് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കൂട്ടുകയാണ്. ന്യൂട്രോൺസിന്റെ സ്പീഡ് കൂട്ടുവാണോ ന്യൂട്രോൺസിന്റെ സ്പീഡ് കുറയ്ക്കുകയാണ്? ഈ ഓപ്ഷനിൽ തന്നെ നമുക്ക് മോഡറേറ്റർ ചെയ്യുന്നതിന്റെ ധർമ്മമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത് തന്നെ നോക്കുകയാണെങ്കിൽ ആ ന്യൂട്രോണിന്റെ സ്പീഡ് കുറച്ച് അതിനെ കുറച്ചും കൂടി ഇനാക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്, ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ന്യൂട്രോൺ പാർട്ടിക്കിൾസിനെ. സോ എ മോഡറേറ്റർ ഇൻ എ ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ലോ ഡൗൺ ചെയ്യും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ന്യൂട്രോൺസിനെ ഫിഷൻ വഴി. അങ്ങനെ ഈ സ്ലോ ന്യൂട്രോൺസ് ആണ് ഫർദർ ഫിഷൻ റിയാക്ഷൻ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള. കോമൺ മോഡറേറ്റേഴ്സ് ഒന്ന് കൊടുത്തിട്ടുണ്ട്: ഹെവി വാട്ടർ, ഡ്യൂട്ടേരിയം, ഡയോക്സൈഡ്, ഗ്രാഫൈറ്റ്, ഓർഡിനറി വാട്ടർ. നെക്സ്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്കത് ചെയ്യണം എന്തായാലും, കാരണം അതിന് ഉത്തരമുണ്ട്, ഉത്തരം യൂണീക്കുമാണ്. നമുക്ക് അതിന്റെ മെത്തേഡ് എന്തായാലും അറിഞ്ഞിരിക്കണം, കാരണം സെയിം ക്വസ്റ്റ്യൻ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, അതിന്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്, സ്പെസിഫിക് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അതിന്റെ ഇക്വേഷൻ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കുന്നത് എന്താ? റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ശ്രദ്ധിക്കുക. റെസിസ്റ്റൻസ് ഇൻറ്റു ഏരിയ ബൈ ലെങ്ത് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ലെങ്ത് നമുക്ക് 28 മീറ്റർ ആണ്, റെസിസ്റ്റൻസ് 0.84 ഓം ആണ്, ഏരിയ ക്രോസ് സെക്ഷൻ 2 മീറ്റർ സ്ക്വയർ ആണ്. കൊടുത്തു നോക്കി, 0.84 into 2 that is 1.68 all divided by 28. ഉത്തരം 0.6 ഓം മീറ്റർ ആണ്. എന്താ ഇവിടെ പ്രശ്നം? നമ്മളുടെ യൂണിറ്റ് അല്ലെങ്കിൽ ഡിജിറ്റ് കറക്റ്റാ, പക്ഷെ അതിന് പറ്റിയ ഒരു പവർ അല്ല, 10ന്റെ പവർ അല്ല നമുക്ക് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഓപ്ഷൻ ക്യാൻസൽ ആക്കിയത്. പക്ഷെ ഇക്വേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, ബോർഡ് ഓഫ് ട്രേഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ബോർഡ് ഓഫ് ട്രേഡ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താ ബില്ലിംഗ് ആയിട്ട് KCB മീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ബില്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ബോർഡ് ഓഫ് ട്രേഡ് യൂണിറ്റ്. ആ ബോർഡ് ഓഫ് ട്രേഡ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് നമ്മളുടെ ഇലക്ട്രിസിറ്റി കൺസംഷൻ, അതിന്റെ യൂണിറ്റ്, അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണെന്ന് അറിയാമെങ്കിൽ ഡയറക്റ്റ് ഉത്തരം എന്താണ്? പവർ ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. പവർ എന്ന് പറഞ്ഞാൽ പവർ ഇൻ ലൈക്ക് എത്ര മണിക്കൂറിൽ ചെയ്തു അല്ലെങ്കിൽ എത്ര മിനിറ്റ് ചെയ്തു, ടൈമുമായി റിലേറ്റ് ചെയ്താണ്. കിലോ വാട്ട് അവർ ആണ് നമ്മൾ പവർ കൺസപ്ഷന്റെ യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ കിലോ വാട്ട് അവർ, 1 കിലോ വാട്ട് അവർ ആണ് 1 BOT യൂണിറ്റ് വരുന്നത്. ഒരു കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എന്താ? കിലോ വിച്ച് മീൻസ് 10⁵ 1000 വാട്ട് അവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ പയ്യെ ഇലക്ട്രിസിറ്റിയിലോട്ട് കടന്നു. സിവിലിന്റെ സാധനം കഴിഞ്ഞു, മാത്സ് കഴിഞ്ഞു, സിവില് കഴിഞ്ഞു, ഇനി ഇടയ്ക്കിടയ്ക്ക് കയറി വരാം, എന്നാലും ഒരു ടോപ്പിക് എന്ന രീതിയിൽ നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ. സോ അവിടെ വരുന്നത് which of the following statements are correct about a parallel circuit? Different branch resistors have their individual currents. The branch currents and conductance are additive. Same voltage and current act across all the branches of circuit. എന്തെങ്കിലും നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുമോ? ഒബ്വിയസ്ലി ഓപ്ഷൻ 3. എല്ലാ ബ്രാഞ്ചിലും സെയിം കറന്റ് ആണെന്നോ? നോ വേ. അതില് പാസ് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ അനുസരിച്ചാണ് ഓരോ ബ്രാഞ്ചിന്റെയും കറണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. സോ ഓപ്ഷൻ 3 തെറ്റാണ്. ഇനി ഓപ്ഷൻ 1, ഡിഫറെന്റ് ബ്രാഞ്ച് റെസിസ്റ്റേഴ്സിന് അതിന് ഇൻഡിവിജ്വൽ കറന്റ് ഉണ്ട്, കുഴപ്പമില്ല. ബ്രാഞ്ച് കറന്റും കണ്ടക്ടൻസും അഡിറ്റീവ് ആണ്, അതായത് ഒരു ബ്രാഞ്ചിൽ നിന്ന് പോയത് എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഇൻപുട്ട് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് എന്നുള്ള രീതിക്കായിരിക്കും ന്യൂട്ടന്റെ ലോ. സോ ബ്രാഞ്ച് കറന്റ്സ് ആൻഡ് കണ്ടക്ടൻസ് ആർ അഡിറ്റീവ്. സെയിം വോൾട്ടേജ് ആൻഡ് കറന്റ് അക്രോസ് ഓൾ ബ്രാഞ്ചസ്, അതാണ് തെറ്റായിട്ട് ഉള്ളത്.
Next, if a capacitor is connected across a 100 watt DC supply for 0.2 second with a steady current of 0.3 ampere, then its capacity dash microfarad and charge. ഇവിടെ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട രണ്ട് ഇക്വേഷൻസ് ആണ്. ഇവിടെ നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്. നമുക്ക് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം, ചാർജ് കണ്ടുപിടിക്കണം. എന്താണ് ഇക്വേഷൻ? ചാർജ് ഈസ് ഈക്വൽ ടു ക്യൂ ഈസ് ഈക്വൽ ടു ഐ ടി അല്ലെ, അല്ലെങ്കിൽ ക്യൂ ബൈ ടി ആണ് കറണ്ട്. ലൈക്ക് എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ആണ് കറണ്ട്. സോ ക്യൂ ഈസ് ഈക്വൽ ടു ഐ ടി. ഐ എന്ന് പറയുന്നത് 0.3 ആണ് തന്നിട്ടുണ്ട്, ടൈം 0.2. സോ 0.06 കൂളംബ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കപ്പാസിറ്റൻസിന്റെ മെയിൻ ഇക്വേഷൻ ക്യൂ ഈസ് ഈക്വൽ ടു സി വി, അല്ലെങ്കിൽ സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. സോ നമുക്ക് ക്യൂ കിട്ടിയിട്ടുണ്ട് 0.06 ബൈ 100, 0.006 ഫാരഡ്. അവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് മൈക്രോ ഫാരഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ മൈക്രോ ഫാരഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ 0.006ന് 10⁻⁶ വരുമ്പോൾ 600 മൈക്രോ ഫാരഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. കൂളംബ് 0.006 കൂളംബ്. നമ്മൾ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് മാർക്ക് ചെയ്ത് നമ്മളങ്ങ് പോകും, പാടില്ല. മൈക്രോ ഫാരഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത്, ദ റേഷ്യോ ഓഫ് എഫക്റ്റീവ് വാല്യൂ ടു മീൻ വാല്യൂ ഓഫ് ആൻ എ സി വേവ്, ഓൾട്ടർനേറ്റീവ് വേവ്. എന്താണ്? എന്റെ വോൾട്ടേജ് എടുത്താലും മതി, വോൾട്ടേജിന്റെ എഫക്റ്റീവ് വാല്യൂ ബൈ മീൻ വാല്യൂ എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്ന കാര്യം എന്താ? ഫോം ഫാക്ടർ. ഫോം ഫാക്ടർ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആർ എം എസ് വാല്യൂ. ആർ എം എസ് വാല്യൂ ആണല്ലോ എഫക്റ്റീവ് വാല്യൂ എന്ന് നമ്മൾ പറയുന്നത്. ആർ എം എസ് വാല്യൂ ബൈ ആവറേജ് മീൻ വാല്യൂ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. 2 minutes. ഹലോ സ്റ്റുഡൻസ്. സോ നമുക്ക് ബാക്കി ലാസ്റ്റ് സെക്ഷൻ ഓഫ് 25 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക്കൽ പാർട്ടാണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ പാർട്ടാണ്. സോ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ, വോൾട്ടേജ് അക്രോസ് നോൺ കണ്ടക്ടിങ് ഡയോഡ് ഇൻ എ ബ്രിഡ്ജ് റെക്ടിഫയർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അവർ തന്നിട്ടുണ്ട് ഇൻപുട്ട് വോൾട്ടേജിന്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 6 വോൾട്ടേജ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്കൊരു നോൺ കണ്ടക്ടിങ് ഡയോഡിനെ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിനെ സംബന്ധിച്ച് അതിലൂടെ തന്നെ പീക്ക് ഇൻപുട്ട് വോൾട്ടേജ് പാസ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഉത്തരം സെയിം തന്നെ 6 വോൾട്ടേജ് ആണ്. ഒരു ബ്രിഡ്ജ്, അതൊരു ഫാക്ട് ആണ്, നമ്മൾ പഠിക്കുന്നതാണ്. ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ നോൺ കണ്ടക്ടിങ് ഡയോഡിലൂടെയാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് പാസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫങ്ഷൻ ഓഫ് റിലേ ഈസ് ടു. റിലേ എന്ന് പറയുന്ന കമ്പോണന്റ് എന്തിനു വേണ്ടിയിട്ടാണ്? റിലേ ഇവിടെ പറയുന്ന ഫോൾട്ട് കറന്റിനെ ബ്രേക്ക് ചെയ്ത് അതിനെ സുരക്ഷിതമാക്കാൻ വേണ്ടി. സെൻസർ ഫോൾട്ട് ഓൺലി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. പക്ഷെ റിലേയുടെ ഫംഗ്ഷൻ നമ്മൾ അറിഞ്ഞിരിക്കുന്നു, അതിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. റിലേ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ഫോൾട്ട് കണ്ടുപിടിക്കാനും അത് ട്രിപ്പ് സിഗ്നല് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആണ്.
സെൻസ് ദ ഫോൾട്ട് ആൻഡ് ആക്ടിവേറ്റ് ദ ട്രിപ്പ് സിഗ്നൽ ടു CV എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് ബ്രേക്കർ. അങ്ങനെ നമുക്ക് അതിന്റെ ഫോൾട്ടി സെക്ഷൻ ഡിസ്കണക്ട് ചെയ്ത് സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. റിലേ എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണ്, നമുക്കറിയാം. ഇറ്റ് ഡിറ്റക്ട്സ് ദ ഫോൾട്ട് കണ്ടീഷൻ ഇൻ ദ പവർ സിസ്റ്റം, സെൻസ് എ ട്രിപ്പ് സിഗ്നൽ in the circuit breaker to disconnect the faulty section. The circuit breaker actually breaks the fault current. The relay only current controls it. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു എക്സ്ട്രാ പോയിന്റ്, സർക്യൂട്ട് ബ്രേക്കർ ഫോൺ കറന്റിനെ ബ്രേക്ക് ചെയ്യുന്നത് റിലേ അല്ല, റിലേ അത് കൺട്രോൾ ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, നമ്മൾ പയ്യെ കമ്പ്യൂട്ടറിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു മൈക്രോ കൺട്രോളർ. എന്താണ് മൈക്രോ കൺട്രോളർ? ഒരു ജനറൽ പർപ്പസ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആണ്. മൈക്രോ കൺട്രോളർ ഒരു ഇന്റേണൽ റാമും ഉണ്ട്, റോമും ഉണ്ട്. പാരലൽ ആണ് ആൻഡ് സീരിയസ് ഇൻപുട്ട് ഔട്ട്പുട്ടും ഉണ്ട്. ഒരു ടൈമർ എന്നല്ല, ടൈമറും ഉണ്ട്. ഏതായിരിക്കും തെറ്റാവാൻ ചാൻസ് കൂടുതൽ? ഓപ്ഷൻ എ. അതൊരു ജനറൽ പർപ്പസ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ അല്ല, അത് സ്പെസിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള ഇതാണ് മൈക്രോ കൺട്രോളർ. അതിനൊരു ഇന്റേണൽ റാമും റോമും ഉപയോഗിച്ചിട്ടുണ്ടാകത്തില്ലേ? പാരലൽ സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്സ് ഉണ്ടായെന്ന് കേട്ടും ടൈമേഴ്സ് ഉണ്ടായെന്ന് കേട്ടും. പക്ഷെ നമ്മുടെ ഒരു നോർമൽ പേഴ്സണൽ കമ്പ്യൂട്ടർ പോലെ അതൊരു ജനറൽ പർപ്പസ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ അല്ല. ഇനി പിക്ക് സ്റ്റേറ്റ്മെന്റ് which does not satisfy for the GSM. GSM എന്താ? ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. അത് ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷനെ സാറ്റിസ്ഫൈ ചെയ്യാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അത് ലെസ് സെക്യൂർ ആണ്. ഓപ്പറേഷൻ സ്പ്രെഡ് സ്പെക്ട്രം ടെക്നിക്. സിം കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്, TDMA ടെക്നിക് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ GSM സിം കാർഡ് നമ്മളുടെ നോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്, അവിടെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് CDMA TDMA ഒക്കെ പഠിക്കാനുണ്ട് മൊബൈൽ കമ്മ്യൂണിക്കേഷൻസിന്റെ വരുമ്പോൾ. ആൻഡ് അത് ലെസ് സെക്യൂർ ആണ് പുതിയ സിസ്റ്റത്തിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മൊബൈൽ. കാരണം ഈ ഇൻട്രൂഡൻസ് വരാൻ, അല്ലെങ്കിൽ എൻ ടു എൻക്രിപ്ഷൻ ഒന്നുമില്ല നമ്മുടെ പുതിയ വാട്സപ്പോ ഒക്കെ, അത് കുറച്ചുകൂടി സെക്യൂർ ആണ്. ഇനി ഇത് സ്പ്രെഡ് സ്പെക്ട്രം ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അല്ല, TDMA ആണല്ലോ അവിടെ യൂസ് ചെയ്യുന്നത്. സ്പ്രെഡ് സ്പെക്ട്രം യൂസ് ചെയ്യുന്നത് TDMA അല്ല, കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. വഴിയെ പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് UPS റിക്വസ്റ്റ്. UPS എന്താണെന്ന് നമുക്കറിയാം. കറണ്ട് പോകുമ്പോൾ നമുക്ക് സേഫ് ആയിട്ട് തിരിച്ച്, കറണ്ട് ഉള്ളപ്പോൾ അതിന് ബാലൻസ് ചെയ്യാനും, അല്ലെങ്കിൽ കറണ്ട് ഉള്ളപ്പോൾ അതിൽ നിന്ന് കറണ്ട് എടുത്ത് സ്റ്റോർ ചെയ്യാനും, കറണ്ട് പോകുമ്പോൾ അതിൽ നിന്ന് കറണ്ട് എടുത്ത് നമുക്ക് തരാനും. അപ്പൊ അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? ആദ്യം AC എന്നുള്ളത് DC ആവുന്നുണ്ട് അല്ലെ? പിന്നെന്താ സംഭവിക്കുന്നത്? കറണ്ട് പോകുമ്പോൾ DC തിരിച്ച് AC ആവുന്നുണ്ട്. സോ AC നിന്ന് DC ആക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്? റെക്ടിഫയർ എന്ന് പറയുന്നത്. തിരിച്ചാക്കുന്നതിന് ഇൻവേർട്ടർ. സോ ഒരു UPSനെ സംബന്ധിച്ച് ഇൻവേർട്ടറും വേണം, റെക്ടിഫയറും വേണം. അടുത്തത്, രണ്ട് പെയേഴ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ISO OSI ലെയേഴ്സും സബ് ലെയേഴ്സും അതിന്റെ ഫംഗ്ഷനാലിറ്റി തന്നിട്ടുണ്ട്. ഏതാണ് ഇൻകറക്റ്റ്? MAC ചാനൽ ഷെയറിംഗ് ആണെന്നാണ് തന്നേക്കുന്നത്. ഡേറ്റ ലിങ്ക് ലെയർ ബിറ്റ് സിങ്കറൈസേഷൻ, നെറ്റ്വർക്ക് ലെയർ റൗട്ടിങ്. ഇത് നമുക്ക് നമ്മളുടെ OSI മോഡല് തറവായിരിക്കണം. നമ്മുടെ പഠിത്തത്തില് ഒരു കൺഫ്യൂഷനും അതിനകത്ത് ഉണ്ടാവരുത്. സോ അത് നമുക്ക് PVQ സെഷനിൽ ഉറപ്പുവരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫർദർ ക്ലാസ്സുകളിൽ OSI ലെയർ ഒക്കെ ഒരു ഡൗട്ടും വരരുത്. അപ്പൊ MAC എന്ന് പറയുന്നത് ചാനൽ ഷെയറിംഗ് ആണെന്ന് പറയുന്നു. ഡാറ്റ ലിങ്ക് ലെയർ ബിറ്റ് സിൻക്രണൈസേഷൻ, നെറ്റ്വർക്ക് ലെയർ റൗട്ടിങ്, ട്രാൻസ്പോർട്ട് ലെയർ എൻഡ് ടു എൻഡ് പ്രോസസ്. ഇവിടെ വെച്ചാൽ MAC എന്താ ചെയ്യുന്നത്? ചാനൽ ഷെയറിംഗ് തന്നെയല്ലേ. നെറ്റ്വർക്ക് ലെയർ റൗട്ടിങ് തന്നെയാണ്. ഡാറ്റ ലിങ്ക് ലെയറിൽ ബിറ്റ് സിൻക്രണൈസേഷൻ നടക്കുന്നുണ്ടോ? ഇല്ല. ബിറ്റ് സിൻക്രണൈസേഷൻ ഡാറ്റ ലിങ്ക് ലെയറിലല്ല, അത് ഫിസിക്കൽ ലെയറിലാണെന്ന് നമുക്കറിയാം. സോ അത് ഉത്തരം തെറ്റാണ്, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് കൈൻഡ് ഓഫ് എന്താ ക്വസ്റ്റ്യൻ ആണ്. 10 പാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 10 പാക്കറ്റ് നമ്മൾ ഓരോ ചാനലിലേക്കായിട്ട് കൊടുക്കുകയാണ്. എവരി 4th പാക്കറ്റ് ലൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എത്ര പാക്കറ്റ് മിനിമം ഉണ്ടായാൽ അത് കറക്റ്റ്ലി കിട്ടും? നമുക്ക് ഇങ്ങനെ നോക്കാം. ആദ്യത്തെ റിസീവായി, കുഴപ്പമില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? 10 എണ്ണമാണ് നമുക്ക് അയക്കേണ്ടത്. 10 എണ്ണം അയക്കുമ്പോൾ 4ാമത്തത് തിരിച്ച് ഇത് ചെയ്യുന്നു.
സോ ഒരെണ്ണം റിസീവ് ചെയ്തു, 2 റിസീവ് ചെയ്തു, 3 റിസീവ് ചെയ്തു, 4 റിസീവ് ചെയ്തിട്ടില്ലേ, പിന്നെ 5, 6, 7 8 പറ്റിയിട്ടില്ല, 9, 10, 11 പറ്റിയിട്ടുണ്ട്, പിന്നെ ഉള്ളത് 12 പോയി. 13 ആയപ്പോഴത്തേനും ആക്ച്വലി നമ്മുടെ 10 കംപ്ലീറ്റ് ആയി. കാരണം അതിനിടയ്ക്ക് 3 എണ്ണമാണ് റീട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. 13 - 3 = 10. So answer will be = 13. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ സൈക്ലിക് റിഡൻഡൻസി ചെക്ക് കോഡാണ്. അത് നമ്മൾ ചെയ്ത് പഠിച്ച വളരെ ഈസി ആയിട്ടുള്ളതാണ്. നമുക്ക് അതിന്റെ ഒരു മെസ്സേജ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ആ മെസ്സേജിന്റെ CRC കോഡാണ് കണ്ടുപിടിക്കുന്നത്. അതിനൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. സോ ആ പോളിനോമിയൽ എന്താണ് ഇതിന്റെ പ്രൊസീജിയർ? മെസ്സേജ് നമുക്ക് തന്നേക്കുന്നത് അവിടെ കിടക്കട്ടെ. ജനറേറ്റർ പോളിനോമിയലിനെ x⁵5 + x⁴ + x² + 1². ഇതിനൊരു ബൈനറി നമ്പർ ആക്കുക. ഇതിന് ബൈനറി നമ്പർ ആക്കുന്നത് എങ്ങനെയാണ്? ബൈനറി നമ്പർ ആക്കുന്നത് ഏതൊക്കെ ടേം ആണോ ഉള്ളത് അവിടെയെല്ലാം 1 കൊടുക്കുക. അതായത് x⁻0 എന്ന് പറയുന്നതാണ് 1. അപ്പോ 1 ഉണ്ട്. സോ നമ്മുടെ യൂണിറ്റ് ഡിവൈസ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 1 ആണ്. പക്ഷെ എക്സിന്റെ എന്തെങ്കിലും കമ്പോണന്റ് ഉണ്ടോ? ടേം ഉണ്ടോ? ഇല്ല. x² ഉണ്ട്, 1 കൊടുത്തു. x³ ഇല്ല, അപ്പൊ 0. x⁴ 1, x⁵ കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ഇത് 5 ഇതാണുള്ളത്. നമുക്ക് മെസ്സേജിലേക്ക് നമ്മൾ ഒരു 5 സീറോസ് കൊടുക്കുകയാണ്. 5 സീറോസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ മുകളിലോട്ട് ഡിവിഷൻ ചെയ്യുകയാണ്. ഏത്? നമ്മളുടെ ജി വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അറിയാം കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 01110. ഓക്കെ, കൂടുതൽ ബോധർ ചെയ്യേണ്ട, നമുക്ക് റെഗുലർ ക്ലാസ്സിൽ വരുന്നുണ്ട്. ഇപ്പോ ജസ്റ്റ് ഇങ്ങനെയാണ് എന്നൊന്ന് ഫെമിലറൈസ് ചെയ്ത് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A sender A, which employs sliding window protocol, wants to send 64 byte packets to a receiver B. B അയക്കുകയാണ്. റൗട്ടർ ടൈം 80 millisecond ആണെന്ന് വിചാരിക്കുക. മാക്സിമം ബാൻഡ് വിഡ്ത്ത് 64 kbps ആണെന്ന് വിചാരിക്കുക. എങ്കിൽ ഒപ്റ്റിമൽ വിൻഡോ സൈസ് ദാറ്റ് A should use, അതാണ് കണ്ട് പിടിക്കേണ്ടത്. ഇക്വേഷൻ അറിയുമോ അല്ലെങ്കിൽ ഡെറൈവ് ചെയ്ത് എടുത്താലും മതി. ഇവിടെ നമുക്ക് പാക്കറ്റ് സൈസ് 64 ബൈറ്റ്സ് തന്നിട്ടുണ്ട്. RTT 0.08 സെക്കൻഡ്, മില്ലി സെക്കൻഡിലാണെന്ന് നമുക്ക് തന്നത്. അതിനെ കൺവേർട്ട് ചെയ്യുന്നു. ഇനി ബാൻഡ് വിഡ്ത്ത് തന്നിരുന്നത് കിലോ ബൈറ്റിലാണ്. അത് ബിറ്റിലേക്ക് മാറ്റണം. എല്ലാത്തിനെയും നമുക്ക് ബിറ്റ്, കാരണം 64 ബൈറ്റ്സിനെ നമുക്ക് ബിറ്റിലേക്ക് മാറ്റാനുള്ളതാണ്. സോ അത് 512 ബിറ്റ്സ് വന്നു. വിൻഡോ സൈസ്, ബാൻഡ് വിഡ്ത്തിന്റെ ഡിലേ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വിൻഡോ സൈസ് ബാൻഡ് വിഡ്ത്ത് ഇൻറ്റു RTT ബൈ പാക്കറ്റ് സൈസ്. 64,000 ഇൻറ്റു 0.08 ബൈ 512. ഉത്തരം 10. നെക്സ്റ്റ്, അതുപോലെ തന്നെ ഒരു IPv4 പാക്കറ്റ് D ടു ബിക്ക് കൊടുത്തു. അസ്യൂം D reached B without any error, ഒരു എററും ഇല്ലാതെ എങ്കിൽ which of the following header fields of D would have changed during transit? 2 ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം എഫക്റ്റീവ് ആയിട്ട് അവിടെ ചെല്ലണമെങ്കിൽ ട്രാൻസിറ്റില് ടൈം ടു ലൈഫ് TTL 1 വെച്ച് കുറഞ്ഞിട്ടുണ്ടാവും, ചേഞ്ച് വന്നിട്ടുണ്ടാവും. പിന്നെ ചെക്സം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അവിടെ റീകാൽക്കുലേഷൻ നടന്നിട്ട് TTL മാറുന്നതുകൊണ്ട് ചെക്സമ്മും വരുന്നുണ്ട്. സോ 2 ഫീൽഡും ചേഞ്ച് ആവുന്നുണ്ട്. TTLും ചെക്സമ്മും തമ്മിൽ റിലേറ്റഡ് ആണ്. സോ അതവിടെ ഒബ്വിയസ്ലി ഡിഫറൻസ്. അടുത്ത നമുക്ക് സെയിം സബ്നെറ്റ് ഇത് കണ്ടുപിടിക്കാനുള്ള സബ്നെറ്റ് മാസ്കിന്റെ പ്രോബ്ലം ചെയ്ത് പഠിക്കേണ്ടതാണ്, ചോദിക്കുന്നതാണ്. ഇവിടെ 1014 to 115 1014 to 90 ആണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കേണ്ടത് എന്താ? സെയിം ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 25550 ആണ് വന്നിരിക്കുന്നത്. അവിടെ 0.0 വെച്ച് കൊടുത്ത് നോക്കുമ്പോൾ അവിടെ എന്താ? സെയിം സബ്നെറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എ ചാൻസ് ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 0.0 to 1.127 ആണ്. അതിന്റെ ഇടയ്ക്കാണ് 90 115 വന്നിരിക്കുന്നത്. കാരണം നമുക്ക് 90 115 ആണല്ലോ നമുക്ക് തന്നിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സിന്റെ സാധനം. സോ സെയിം സബ്നെറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇനി
നേരെ തിരിച്ച് ഓപ്ഷൻ സിയുടെ ഇതിൽ 64 127 ആണ്. സെയിം രീതിക്ക് വരും, അവിടെയും അത് പോസിബിൾ ആണ്. ഇവിടെ പറ്റാത്തത് ഓപ്ഷൻ ഡി ആണ്. അവിടെ ഡിഫറൻസ് ഓഫ് നെറ്റ്സ് ആണ്, നമുക്കത് പഠിക്കാം. സബ്നെറ്റ് മാസ്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റാത്തത് 224 ആണ്. അടുത്തത്, ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഇൻ വിച്ച് ദ ഫോളോയിങ് പാക്കറ്റ്സ് ആർ ട്രാൻസ്മിറ്റഡ് ഓൺ ദ നെറ്റ്വർക്ക് ബൈ എ ഹോസ്റ്റ് when a browser requests a web page from the push mode server, assuming that host has just been restarted. അതായത് ഹോസ്റ്റ് ഇപ്പൊ ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഉള്ളെങ്കിൽ എങ്ങനെയാണ് ഹോസ്റ്റ് ലൈക്ക് നെറ്റ്വർക്കിൽ പാക്കറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന്റെ ഓർഡർ? ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം DNS ക്വയറി ചെയ്ത് എടുക്കും, പിന്നെ നമ്മൾ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ വെച്ച് സിങ്ക് ചെയ്യും, അവസാനം ആണ് അത് സെൻഡ് ചെയ്യുന്നത്. അല്ലാതെ ആദ്യമേ പിടിച്ചെല്ലാം സെൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താ DNS എങ്ങോട്ട് അയക്കേണ്ടതെന്ന് വെച്ചാൽ അഡ്രസ് കണ്ടുപിടിക്കണം. അഡ്രസ് കണ്ടുപിടിച്ചിട്ട് എന്താ അവിടെ ഒരു ഹാൻഡ് 3-way ഹാൻഡ് ഷേക്ക് ഉണ്ടാക്കിയിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം, അവസാനമാണ് സെൻഡ് ചെയ്യുന്നത്. 28. Consider the following two statements. Destination MAC address of an ARP reply message is a broadcast address. മറ്റോടത്ത് കൊടുത്തിരിക്കുന്നത് ഡെസ്റ്റിനേഷൻ MAC address of an ARP request message is a broadcast address. രണ്ട് ബ്രോഡ്കാസ്റ്റ് ഇതാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് നടക്കില്ല, ഒരെണ്ണമാണ് ശരി. സോ ഇതിന് ഓപ്ഷൻ 1 തെറ്റാണ്. ഏതാണ്? ARP റിപ്ലൈ മെസ്സേജിന്റെ MAC അഡ്രസ് ബ്രോഡ്കാസ്റ്റ് അല്ല, ARP റിക്വസ്റ്റിന്റെ ആണ് ഏത് നമ്മളുടെ ഡെസ്റ്റിനേഷൻ MAC അഡ്രസ് ആയിട്ടുള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് കുറച്ച് വീഡിയോ കോൾ ക്വസ്റ്റ്യൻസ് ആണ്. ടോപ്പിക്സ് എടുക്കാതെ അത് ക്രാക്ക് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, കുഴപ്പമില്ല. ഇതാണ് ഇതിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ, അല്ലെങ്കിൽ ഇതാണ് നമ്മളുടെ ഒരു സ്ട്രക്ചർ എന്നൊന്നും മനസ്സിലാക്കിയിരിക്കാൻ ധാരാളം. കൺസിഡർ ദ 2 well-known ഹാർഡ് പ്രോബ്ലംസ്. എന്തൊക്കെയാണ്? ഫാക്ടറൈസേഷൻ പ്രോബ്ലം FP ആൻഡ് ഡിസ്ക്രീറ്റ് ലോഗരിതം പ്രോബ്ലം DLP. ഇവിടെ സെക്യൂരിറ്റി ഓഫ് RSA ക്രിപ്റ്റോ സിസ്റ്റം എന്താണെന്നാണ്. ലോസ്റ്റ് വെൻ ഫാക്ടറൈസേഷൻ പ്രോബ്ലം ഹാസ് എ പോളിനോമിയൽ ടൈം സൊല്യൂഷൻ but is not affected when DLP has a polynomial time solution. ഇനി നോട്ട് അഫക്റ്റഡ് എന്ത്? FPക്ക് പോളിനോമിയൽ ടൈം സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നോട്ട് അഫക്റ്റഡ് എന്ന് പറയുന്നുണ്ട്. ഇനി രണ്ടുപേർക്കും പോളിനോമിയൽ ടൈം സാധനം ഉണ്ടെങ്കിൽ, ഇനി രണ്ടുപേർക്കും എന്തായാലും വേണം. അതായത് തേർഡ് ഓപ്ഷൻ ഏതെങ്കിലും ഒരാൾക്ക് എയ്തർ FP ഫാക്ടറൈസേഷൻ പ്രോബ്ലത്തിനോ ഉണ്ടായാൽ മതി. ഇതാണ് ഏതാണ്? ആർക്കെങ്കിലും ഒരാൾക്ക് ഉണ്ടായാൽ മതി. കാരണം RSA സെക്യൂരിറ്റി എന്ന് പറയുന്നത് അത് ഫാക്ടറൈസേഷൻ പ്രോബ്ലത്തിന്റെ ഡിഫിക്കൽറ്റി അനുസരിച്ചാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫാക്ടറൈസേഷൻ പ്രോബ്ലം അല്ലെങ്കിൽ DLPയോ കോംപ്രമൈസ്ഡ് ആയിട്ട് നിന്നാലും മതി. ഇത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ലൈക്ക് വിച്ച് മീൻസ് കോണ്ടസ്റ്റിംഗ് ആയിട്ടുള്ള കീ ആണ് സംഭവം വന്നിരിക്കുന്നത്. പക്ഷെ അപ്പർ കേരള PSCയിലെ നമുക്ക് കീ തന്ന് വെച്ച ആ ഒരു ലോജിക്ക് വെച്ചിട്ടാണെങ്കിൽ ഫാക്ടറൈസേഷൻ പ്രോബ്ലം ഓർ TLP പോളിനോമിയൽ ടൈം സൊല്യൂഷനിൽ ഉണ്ടായാൽ മതി എന്നാണ് കേരള PSC അവകാശപ്പെടുന്നത്. അല്ലെങ്കിൽ അവർ തന്ന കീയിൽ നിന്ന് നമുക്ക് ഡെറൈവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. അടുത്തത്, ആലീസ് ഒരു മെസ്സേജ് സൈൻ ചെയ്ത് വന്നിട്ട് ബോബിന് അയച്ചു കൊടുത്തു. ഈ വെരിഫിക്കേഷൻ ഓഫ് സൈൻ ബൈ ബോബ് റിക്വയർസ് എന്താണ്? കാരണം ഇത് സെക്യൂർഡ് ആയിട്ട് അയച്ചതാണ്. സെക്യൂർഡ് ആയിട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വേണ്ടത് ആലീസിന്റെ പബ്ലിക് കീ ആണ് വേണ്ടത്. പ്രൈവറ്റ് കീ സാധനം ഇതിനകത്ത് ചെയ്യേണ്ട RSA ഡിജിറ്റൽ സിഗ്നേച്ചർ സ്കീമിന്റെ ഇതെന്ന് വെച്ചാൽ ആലീസ് അവരുടെ പ്രൈവറ്റ് കീ വെച്ചിട്ട് അവർ സൈൻ ചെയ്യും. ബോബ് എന്ത് ചെയ്യും? ആലീസിന്റെ പബ്ലിക് കീ വെച്ചിട്ട് അത് വെരിഫൈ ചെയ്യും. പ്രൈവറ്റ് കീ വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം പിന്നെ അത് ബോബ് അവിടെ വെരിഫിക്കേഷൻ അല്ലല്ലോ, മാനിപ്പുലേഷൻ വരെ നടക്കാൻ ചാൻസ് ഉണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ്, MAC അഡ്രസ് MEC ബോത്ത് MAC അഡ്രസ് അല്ല, MAC ഇന്റഗ്രേറ്റിംഗ് കൊടുക്കുന്നുണ്ട്, ഡേറ്റ ഒറിജിൻ ഒതന്റിക്കേഷൻ കൊടുക്കുന്നുണ്ട്, ഡിജിറ്റൽ സിഗ്നേച്ചറും രണ്ടും കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. രണ്ടിനും കൊടുക്കുന്നുണ്ട്. മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡും കൊടുക്കുന്നുണ്ട്, ഡിജിറ്റൽ സിഗ്നേച്ചറും ഇന്റഗ്രേറ്റിംഗ് ആരാണ് ഇത് ചെയ്തതെന്ന് പറ്റുന്നുണ്ട്. അവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് ഒതന്റിക്കേഷൻ മോഡിൽ അത് സീക്രട്ട് കീ വെച്ചിട്ടാണ്, ഡിജിറ്റൽ സിഗ്നേച്ചറിൽ പബ്ലിക് കീ വെച്ചിട്ടാണെന്നുള്ള ഒരു ഡിഫറൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്. അടുത്തത് ഒരു ഇൻട്രസ്റ്റിംഗ്, നമ്മൾ അതെന്തായാലും ചെയ്ത് പഠിക്കേണ്ട ഒരു കാൽക്കുലേഷൻ പ്രോബ്ലം ആണ്. വാല്യൂ ഓഫ് 5⁻⁻1 മോഡുലോ 23. അത് ചെയ്ത് തന്നെ നോക്കാം.
നമുക്ക് ഇവിടെ കിട്ടുന്നത് 5x ഈസിക്കൽ ടു 1. കാരണം എന്താ, നമുക്ക് മോഡിലോ 3 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 5x പറയുന്ന ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. 5x എന്ന് പറഞ്ഞ വാല്യൂ കിട്ടണമെങ്കിൽ 5ന്റെ പ്രൊഡക്റ്റ് നോക്കി 5 × 1 5, 5 × 2 10. 10 ഒന്നും അതിന്റെ ഇതിൽ വരുന്നില്ല. ഇനി 25 ആണെങ്കിൽ നോക്ക്, മോഡ് 23 വെച്ചിട്ട് എന്താണ് 2 ഡിഫറൻസ് ആണുള്ളത് പല ഇത്. പക്ഷെ അത് റെഡിയാവുമോ? ഇല്ല, നമുക്ക് 1 ആണ് വേണ്ടത്. ഇനി 5 14 ഈസിക്കൽ ടു 70. അങ്ങനെ ഒരു ഈക്വൽ വരുന്നത് എന്താ, 23യുടെ മൾട്ടിപ്പിൾ വരുന്ന സാധനം 70. ഓക്കെ, 70 നോക്കുവാണെങ്കിൽ 5ന്റെ മൾട്ടിപ്പിളും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 3 × 23 ചെയ്ത് കഴിഞ്ഞിട്ട് 23യുടെ ഇതിന് 1 റിമൈൻഡർ വരുന്നുണ്ട്. സോ 40 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, FDMA സംബന്ധിച്ച FDMA CDMA നമ്മൾ ഡിഫറൻസ് എന്ന് പഠിക്കണം. ഫ്രീക്വൻസി ഡിവിഷൻ, മൾട്ടിപ്പിൾ ആക്സസും കോഡ് ഡിവിഷൻ, മൾട്ടിപ്പിൾ ആക്സസ്. FDMA ലെസ് ഇഷ്യൂസ് ആണ് CDMA-നേക്കാളും. FDMA കുറെ യൂസേഴ്സിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യത്തേതാണ് ശരി. എന്താണ്, FDMA ഇന്റർഫറൻസ് കുറവാണ്, പക്ഷെ അക്കോമഡേറ്റ് ചെയ്യുന്ന ബാൻഡ് വിഡ്ത്ത് കൂടുതൽ കോഡ് ഡിവിഷൻ ആണ്. അടുത്തത്, ദ ടൈപ്പ് ഓഫ് ലോജിക്കൽ ചാനൽസ് സപ്പോർട്ടഡ് ബൈ ദ പ്രോട്ടോകോൾ L2 ക്യാപ് ഓഫ് ബ്ലൂടൂത്ത്. സിഗ്നലിംഗ് ആൻഡ് കണക്ഷൻലെസ് ലോജിക്കൽ ചാനൽസ് ഉള്ളി, സിഗ്നലിംഗ് ആൻഡ് കണക്ഷൻ ഓറിയന്റഡ് ലോജിക്കൽ ചാനൽസ് ഉള്ളി, കണക്ഷൻലെസ് ആൻഡ് കണക്ഷൻ ഓറിയന്റഡ് ലോജിക്കൽ ചാനൽസ് ഉള്ളി. 3 എക്സ്ട്രീംസ് ഉള്ളി വന്ന് അതൊന്നും നോക്കണ്ട. നെക്സ്റ്റ് സിഗ്നലിംഗ് ഉണ്ട്, കണക്ഷൻലെസ് ഉണ്ട്, കണക്ഷൻ ഓറിയന്റഡ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ, ഏതൊക്കെ ലോജിക്കൽ ചാനൽസ് ആണ് L2 ക്യാപ്പ് പ്രോട്ടോകോള് ബ്ലൂടൂത്തിന്റെ സപ്പോർട്ട് ചെയ്യുന്നത്? എല്ലാം ചെയ്യും. ഓർത്ത് വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ. L2 ക്യാപ്പിന്റെ അതിന്റെ ഫുൾ ഫോമും എഴുതി വെച്ചോ. ലോജിക്കൽ ലിങ്ക് കൺട്രോൾ ആൻഡ് അഡാപ്റ്റേഷൻ പ്രോട്ടോകോൾ. മേ ബി ചോദിക്കാം, കാരണം നമുക്ക് പ്രീവിയസ് ഇതിന് AWT ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. SSL ചോദിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അക്രോണിം എന്നുള്ള രീതിയിൽ. സോ L2 ക്യാപ്പ് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് അത് സിഗ്നലിംഗ് ചാനൽസ് ഉണ്ട്, കണക്ഷൻ ഓറിയന്റഡ് ചാനൽസ് ഉണ്ട്, കണക്ഷൻ ലെസ്. സിഗ്നലിംഗ് ചാനൽസ് എന്താ ചെയ്യുന്നത്, അത് മെസ്സേജുകളെ കൺട്രോൾ ചെയ്യാനും കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണക്ഷൻ ഓറിയന്റഡ് ചാനൽസ് യൂസ് ഫോർ റിലയബിൾ ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ ഡിവൈസസ്. കണക്ഷൻ ലെസ് വരുമ്പോൾ അവിടെ ഒരു യൂണി ഡയറക്ഷണലായിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ ആണ് ഒബ്വിയസ്ലി നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിന്നെ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് J1 K1 ഔട്ട്പുട്ട് ടോഗിൾസ് കണ്ടിന്യൂസ്ലി 1നും 3നും ഇടയ്ക്ക് ചേർക്കാണ്. ഇതിങ്ങനെ ഓസിലേഷൻ നടക്കുകയാണ്. എന്താണ് ഇതിന് പറയുന്നത്? റേസ് അറൌണ്ട് കണ്ടീഷൻ. അല്ലെങ്കിൽ ആ ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പിലെ ഓസിലേഷൻ നടക്കുന്നത് 1നും 0യ്ക്കും ഇടയ്ക്ക് നിന്ന് ഓസിലേറ്റ് ചെയ്യുന്ന ടോഗിൾ ചെയ്യുന്നത് റേസ് അറൌണ്ട് കണ്ടീഷൻ ആണ്. അടുത്തത് ഈസിയർ ഇതാണ്, ബൂളിയൻ എക്സ്പ്രഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. സിംപ്ലിഫൈ ചെയ്യാം. x+y × x+z. ഒരു 1 മിനിറ്റ് തരാം, നിങ്ങൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. കിട്ടിയോ? നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. x × x, y × x, x × z പ്ലസ് yx z. ഇതിന്റെ ഇക്വേഷൻ തന്നെ നമുക്ക് പലപ്പോഴും അറിയാം. a+b × a+c എന്ന് പറഞ്ഞാൽ അത് a+bc. ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. നമ്മൾ ഇത് ഡിറൈവ് ചെയ്തൊന്നും സമയം കളയരുത്. ഇനി കിട്ടിയില്ലെങ്കിൽ തന്നെ ഡിറൈവ് ചെയ്തോ, തെറ്റിക്കരുത്. സോ ഓപ്ഷൻ A x + y z.
അടുത്തത്, which of the following values is to be considered for a don't care condition? Don't care condition എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഒന്നാണോ, പൂജ്യമാണോ? എ, either 1 or 0. Don't care situation. In Boolean simplification, a don't care condition means output value 0യോ 1ഓ ഇത് ചെയ്യാന്നുള്ളതാണ്. അടുത്തത് നമ്മളുടെ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സാധനമാണ് ഹെക്സാഡെസിമൽ, ഒക്ടാഡെസിമൽ, ബൈനറി കൺവേർഷൻ. ആ ബൈനറി കൺവേർഷൻ വന്നു കഴിയുമ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹെക്സാഡെസിമലിൽ നിന്ന് ഒക്ടൽ നമ്പറിലേക്ക് കൊണ്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒക്ടലിനെ ബൈനറി ആക്കണം, ബൈനറിനെ ഹെക്സാഡെസിമൽ ആക്കണം. ഒക്ടലിനെ ബൈനറി ആക്കുമ്പോൾ നോക്കിക്കേ, 6 = 110, 7 = 111, 5 = 101. നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ മൂന്നെണ്ണം വെച്ചിട്ടല്ലേ ഒക്ടാഡെസിമലിന്റെ അല്ലെങ്കിൽ ഒക്ടലിന്റെ എഴുതുന്നത്. അങ്ങനെ എഴുതി അത് ബൈനറി കംപ്ലീറ്റ് ചെയ്തു. ഇനി ഹെക്സാഡെസിമൽ ആക്കുന്നത് എങ്ങനെയാണ്? 4 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒക്ടലും ഹെക്സാഡെസിമലും അവിടെ ഡിവിഷൻ ഒന്നും വരുന്നില്ല, ജസ്റ്റ് അറേഞ്ച്മെന്റ്സേ വരുന്നുള്ളൂ. സോ 1BD ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത്, എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം നമുക്ക് മോഡുലോ 258 കൗണ്ടർ ഫോം ചെയ്യാൻ വേണ്ടി? എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് മിനിമം നമ്പർ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 2⁸ 256 ആണെന്നറിയാം, 2�9 512 ആണെന്നറിയാം. നമുക്ക് ഇവിടുത്തെ കണ്ടീഷൻ എന്താ? മോഡുലോ കൗണ്ടർ വരുമ്പോൾ 2n എപ്പോഴും നമ്മളുടെ ഈ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടോ ആ എന്നിനേക്കാളും കുറവായിരിക്കണം, കുറവോ ഈക്വൽ ടു പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ n എന്ന് പറഞ്ഞാൽ 258 ആണ്. അതിനേക്കാളും മേലെയുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 2⁸ ആയിട്ട് കാര്യമില്ല, 256 ആയിരുന്നു. 2�9 വരണം. സോ ഉത്തരം 2�9 = 512 greater than or equal to 258. Minimum flip flops required is 9. Next, which of the following is the corresponding minute term, minimum term or min term when A is equal to 1, B is equal to 0, C is equal to 0, D is equal to 1. മിൻ ടേം എന്ന് പറയുമ്പോൾ എങ്ങനെയാ? അതിന്റെ ഓരോന്നിനും എ എന്ന് പറയുന്നത് 1 ആണ്. ഇനി ബി എന്ന് പറയുന്നത് 0 എന്ന് പറഞ്ഞാൽ അത് ബി ഡാഷ് ആണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, അത് സി ഡാഷ് ആണ്. ഡി is equal to 1 എന്ന് പറഞ്ഞാൽ ഡി ആണ്. ഇതിന്റെ മിൻ ടേം എന്ന് പറഞ്ഞാൽ എല്ലാം ഡോട്ടിട്ട് കൊടുക്കുക. ഇത് മിൻ ടേമിന്. മിൻ ടേം വേരിയബിൾ ഇസ് അൺകോംപ്ലിമെന്റഡ് ഇഫ് വാല്യൂ is equal to 1. കോംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഏതാ? 0-യിലാണെങ്കിൽ. ഓക്കെ, സോ ഇനി ജസ്റ്റ് ഇതുപോലെ പറയാം. ഈ ബിയുടെ അങ്ങനെയാണെങ്കിൽ മിൻ ടൈം ബി ആണെങ്കിൽ എന്തൊക്കെയാ ഉത്തരം വരുന്നത്? A is equal to 0 കറക്റ്റാണ്. B is equal to 1, C is equal to 1, D is equal to 0. ഓക്കെ, സോ നമ്മളൊരു 50 ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഇതിലൊന്ന് റിവൈസ് ചെയ്തു. നമുക്ക് നോക്കാം. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്തൊരു അവസരം കിട്ടുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.